ഇന്ത്യൻ ദേശീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സവർക്കറിന്റെ പോരാട്ടത്തെ ഒന്നും കണ്ടില്ലെന്ന് അടിക്കാനൊന്നും പറ്റത്തില്ല. സവർക്കർ ഹിന്ദുത്വ തീവ്ര നിലപാടുള്ള ഒരു പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തു എന്നതിന് മുൻപ് ഒരു സവർക്കർ ഇന്ത്യ മഹാരാജ്യത്ത് ജീവിച്ചിട്ടുണ്ടായിരുന്നു. അയാൾ സത്യത്തിൽ ഒരു എത്തിസ്റ്റാണ്, അയാൾ നിരീശ്വരവാദിയാണ്. അയാളുടെ ബേസിക് ആശയം എന്ന് പറയുന്നത് നിരീശ്വരവാദമായിരുന്നു. സവർക്കർ അനുഭവിക്കാൻ അത്രയൊന്നും ത്യാഗമൊന്നും ഈ പറഞ്ഞ വലിയ കോൺഗ്രസിലെ നേതാക്കളൊന്നും അനുഭവിച്ചിട്ടില്ല എന്നുള്ള പക്ഷം തന്നെ എനിക്ക്. അതിന് അണ്ണൻ എന്നെ BJP ആക്കിയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. അയാൾ നമ്മുടെ കാലാപാനി സിനിമ ഉണ്ടല്ലോ, ആ സിനിമയിൽ കാണിക്കുന്ന ക്യാരക്ടർ ഉണ്ടല്ലോ, അത് ജെനുവിൻ ക്യാരക്ടറാണ്. അയാൾ ആ കാലാപാനി ആൻഡമാൻ അവിടുത്തെ ജയിലിൽ കിടന്ന് പീഡത്തിൽ കെട്ടിയിട്ടുള്ള അടി, തൊഴി, ഇടി അതിനെല്ലാം കൊണ്ടുകൊണ്ട് അവിടെ കിടന്നുകൊണ്ട് അവിടുത്തെ ജയിലറയ്ക്കുള്ളിൽ കഴിഞ്ഞ ആളുകളെ ദേശീയത ഊട്ടി ഉറപ്പിച്ച് ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാട്ടം നയിക്കാൻ ആക്കിയിട്ടുണ്ട്. 14 വർഷത്തിൽ കൂടുതൽ ജയിലിൽ കിടന്നു. അപ്പോൾ സവർക്കർ എന്താണ് മോശം ഒന്നുമല്ല. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ഇവിടുത്തെ കോൺഗ്രസിലെ അഭിനവ കോൺഗ്രസിന്റെ അകത്തെ പല നേതാക്കളെക്കാൾ കൂടുതൽ ത്യാഗം സഹിക്കുകയും തല്ലും കുത്തി ഇടിയൊക്കെ ഒരുപാട് കൊണ്ട ആളായാലും